സുഹൃത്തുക്കളെ, നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും വിവിധ ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകൾ എടുത്ത് EMI അടച്ച് മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. ഉദാഹരണത്തിന് ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാവാം, ചിലപ്പോൾ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാവാം, ചിലപ്പോൾ മറ്റു സ്വകാര്യ ആവശ്യങ്ങൾക്കായി പേഴ്സണൽ ലോണുകൾ എടുക്കുന്നവരൊക്കെ ആവാം. ഇങ്ങനെ എടുക്കുന്ന ലോണുകളൊക്കെ ബാങ്കുകൾ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പലിശ സഹിതമുള്ള തുക EMI ആയി അടച്ചാണ് സാധാരണ നമ്മൾ ആ ലോണിന്റെ തിരിച്ചടവ് പൂർത്തിയാക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ബാങ്കുകൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിരത അനുസരിച്ച് ബാങ്കുകൾ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ മാറ്റി പുനഃസ്ഥാപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം ബാങ്കുകളൊക്കെ അവരുടെ ബേസ് റേറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മളിലേക്ക് ഏൽപ്പിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ബാങ്കിന്റെ ബേസ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം നമ്മുടെ EMIയിൽ ഉണ്ടാകുന്ന പലിശ വർധനവ് EMIയുടെ കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവരെ ഈടാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരു 5 വർഷ കാലാവധി ഇല്ല 15 വർഷ കാലാവധിയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ആ 15 വർഷ കാലാവധി കൊണ്ട് തന്നെ പൂർത്തിയാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി ബാങ്കുകൾ ആ രീതി മാറ്റി ബേസ് റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന പലിശ വർധനവ് നമ്മളുടെ EMIയുടെ തവണകളിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അത് പലപ്പോഴും ഈ ലോൺ എടുക്കുന്ന ഉപഭോക്താക്കൾ അറിയാറില്ല. നമ്മൾ കാലാവധി എത്തി ബാങ്കിൽ ചെന്ന് ലോൺ ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലോൺ ഇനിയും വർഷങ്ങളോളം മുമ്പോട്ട് അടയ്ക്കാനുണ്ട് എന്നുള്ള കാര്യം ബാങ്കുകൾ നമ്മളെ അറിയിക്കുന്നത്. അതുമായി വിശദമായി നമ്മൾ ചോദിക്കുമ്പോൾ ബാങ്കുകാർ അതിന് വിശദീകരണം തരും. പക്ഷെ അവർ പറയുന്നത് ഇതാണ്: റിവേഴ്സ് റിപ്പോ നിരക്കിലനുസരിച്ച് ബാങ്കിന്റെ ബേസ് റേറ്റിൽ വന്ന മാറ്റം മൂലം ഇൻട്രസ്റ്റ് ഉണ്ടായ വർധനവാണ് നമ്മളുടെ തവണ കൂടുതലാവുവാൻ കാരണം എന്നുള്ളതാണ്. ബാങ്കിന്റെ ബേസ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതനുസരിച്ചുള്ള ഈ തവണകളുടെ വർധനവ് എല്ലാ ബാങ്കും യഥാസമയം നമ്മളെ അറിയിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇക്കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അന്വേഷിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബാങ്കിന്റെ ബേസ് റേറ്റ് വ്യത്യാസം വരുന്ന സമയത്ത് ബാങ്കിൽ പോയി അപേക്ഷ കൊടുത്താൽ ഹൗസിംഗ് ലോൺ പോലെയുള്ള ലോണുകൾക്ക് പലിശ കുറയുകയാണെങ്കിൽ ഒരു ചെറിയ ഫീസ് അടച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിലും ആ കുറവ് വരുത്തി തരുന്നതാണ്. എന്നാൽ കൂടുന്ന സമയത്ത് നമുക്ക് കൂട്ടിയ പണം അടച്ചു തീർക്കുക മാത്രമേ നിർവാഹമുള്ളൂ. അതിന് ബാങ്കിനെ സമീപിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ആ കാര്യം നമ്മളെ അറിയിക്കേണ്ട ഒരു ബാധ്യത ബാങ്കിനുണ്ട്. പക്ഷെ അതവർ പല ബാങ്കുകളും ചെയ്യുന്നില്ല. ചില ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അഥവാ ബാങ്കുകൾ അങ്ങനെ അറിയിച്ചാൽ തന്നെ നമ്മളിൽ എത്ര പേര് അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഉദാഹരണത്തിന് ഒരു 0.5% മാത്രം പലിശ വർദ്ധിച്ചുള്ളൂ എങ്കിൽ പോലും ഒരു 15-20 വർഷക്കാലത്തേക്ക് എടുത്തിരിക്കുന്ന ലോണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തവണകളുടെ എണ്ണം 20-30 എണ്ണം വരെയൊക്കെ വർദ്ധിക്കാൻ കാരണമാകും ഈ 0.5% വർധനവ് മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ബാങ്ക് റിവേഴ്സ് റിപ്പോ നിരക്കിന് ആനുപാതികമായി ബേസ് റേറ്റ് കുറവാണ് വരുന്നതെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ ബാങ്ക് അപേക്ഷ വയ്ക്കാൻ പറയും. നമ്മളൊരു ചെറിയ ഫീസ് വെച്ച് അപേക്ഷിച്ചാൽ മാത്രമേ അവർ ആ പൈസ നമുക്ക് കുറച്ച് തരികയുള്ളൂ. മറിച്ച് കൂട്ടുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ഒരപേക്ഷയും വെക്കേണ്ട, ബാങ്കുകാർ സ്വയമേ ആ തുക കൂട്ടി ആ അമിത ഭാരം നമ്മളുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കും. അതിന് ബാങ്കുകാർക്ക് നമ്മുടെ അനുവാദമൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് അപേക്ഷ കൊടുത്ത് ഉറപ്പിച്ചാൽ മാത്രമേ അവർ കുറയ്ക്കുകയുള്ളൂ. ഇത് ഒത്തിരി ഉപഭോക്താക്കൾ ഇങ്ങനെ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണത്തിന് ഒരു 15 വർഷ കാലാവധിയിൽ എടുത്ത ഒരു ലോണാണ്. അത് 15 വർഷ കാലാവധിയിൽ അടച്ചു തീർത്ത് കഴിഞ്ഞ് വീണ്ടും ബാങ്കിൽ ചെല്ലുമ്പോൾ ഇനിയും 4-5 വർഷം ആ ലോൺ അടയ്ക്കാൻ കിടപ്പുണ്ട് എന്നാണ് ബാങ്കുകാർ പറയുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു മറുപടി കേൾക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് പലരും കൃത്യമായിട്ട് ലോണൊക്കെ അടച്ച് ഇത് മുമ്പോട്ട് പോകുന്നത് അവർക്ക് അതിനായി ശേഷി ഉണ്ടായിട്ടൊന്നുമല്ല. എങ്കിൽ പോലും ഒരു വീട് വയ്ക്കുക എന്നുള്ളതൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങളായതിൻ്റെ പുറത്ത് ഉള്ള ക്യാഷും കുറച്ച് ലോണൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തായിരിക്കാം ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അവൻ്റെ നടുവൊടിയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പിന്നെ ഒരു വിധത്തിലായിരിക്കും പണിയെടുത്തോ ഇല്ലെങ്കിൽ മറ്റെങ്ങനെയൊക്കെ കാശ് സംഘടിപ്പിച്ചോ ഒക്കെ ഈ EMI അടച്ച് ലോൺ ക്ലോസ് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചിരിക്കുക. റിസർവ് ബാങ്കിൻ്റെ റിവേഴ്സ് റിപ്പോ നിരക്കിൻ്റെ വ്യത്യാസം അനുസരിച്ച് ബാങ്കുകളുടെ പലിശയുടെ ബേസ് റേറ്റിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം അവർ ഉപഭോക്താക്കളിലേക്കാണ് അടിച്ചേൽപ്പിക്കുന്നത്. പക്ഷേ ആ വിവരം അവർ ഉപഭോക്താക്കളെ രേഖാമൂലം അറിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. അതുകൊണ്ട് ബേസ് റേറ്റ് കുറയുന്ന സമയത്ത് ഇങ്ങനെ ലോൺ എടുത്തിട്ടുള്ളവർ ബാങ്കിൽ ചെന്ന് ബാങ്കുമായിട്ട് സംസാരിച്ച് ആവശ്യമായ അപേക്ഷകളും ഫീസും അടച്ച് ആ പലിശ റേറ്റ് കുറപ്പിക്കണം. കൂടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറപ്പിക്കാനൊന്നും മാർഗമില്ല. അതുകൊണ്ട് നമ്മൾ EMI അടയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പൈസ കൂടുതലായിട്ട് അങ്ങോട്ട് അടയ്ക്കുക. ഇക്കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.